തൃശൂർ സ്വദേശികളായ ശ്രീകുമാറും ഭാര്യയെ രശ്മിയും താമസിക്കുന്ന ദുബായിലുള്ള വീടിനെ ഗണപതി വീടെന്ന് വിശേഷിപ്പിക്കാം. അവിടെ എത്തുന്ന ഏതൊരാൾക്കും ആ വിശേഷണം ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നു. വ്യത്യസ്തങ്ങളായ ഗണപതി രൂപങ്ങളാണ് ഈ വീടിനെ അലങ്കരിക്കുന്നത്. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ദുബായിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ശ്രീരാജ് കൈമൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വീട്ടിലുണ്ടായിരുന്ന ചെറു ഗണപതി രൂപങ്ങൾ അവിചാരിതമായി നഷ്ടപ്പെട്ടു പോയതിൽ നിന്നുമാണ് ശ്രീകുമാറിന്റെയും രശ്മിയുടെയും ഗണപതി രൂപശേഖരത്തിന്റെ കഥ തുടങ്ങുന്നത്. ഇന്നിപ്പോൾ 100-നടുത്ത് ഗണപതി രൂപങ്ങളാണ് ഇവിടെയുള്ളത്. ഏറ്റവും വലിയ പ്രത്യേകത ഇവയെല്ലാം തികച്ചും വ്യത്യസ്തമായ ഗണപതി രൂപങ്ങളാണ് എന്നതാണ്. അപൂർവമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഗണപതി രൂപങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. തുമ്പിക്കൈക്ക് മുകളിൽ കണ്ണടയൊക്കെ വെച്ച് കണക്കുകൾ പരിശോധിക്കുന്ന ഗണപതി, റോക്കിംഗ് ചെയറിലിരുന്ന് ആടുന്ന ഗണപതി, വാമന രൂപത്തിൽ കയ്യിൽ ഓലക്കുടയുമായി നിൽക്കുന്ന ഗണപതി, ഉണ്ണിക്കണ്ണൻ്റേതുപോലെ മുട്ടിലിടയുന്ന കയ്യിൽ വെണ്ണയുള്ള ഗണപതി എന്നിങ്ങനെ ഭംഗി കൊണ്ടും നിർമ്മാണ രീതി കൊണ്ടും നമ്മളെ വിസ്മയിപ്പിക്കുന്ന നിരവധി ഗണപതി രൂപങ്ങൾ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും എന്നുവേണ്ട എയർപോർട്ടുകളിലെ ഡ്യൂട്ടി ഫ്രീ സ്റ്റോറുകളിൽ നിന്നും വരെ ഗണപതി രൂപങ്ങളെ വാങ്ങാറുണ്ട് രശ്മിയും ശ്രീകുമാറും. വ്യത്യസ്തങ്ങളായ വാദ്യോപകരണങ്ങൾ വായിക്കുന്ന ഗണപതി രൂപങ്ങളാണ് ഈ ശേഖരത്തിലെ മറ്റൊരു ആകർഷണം. തബലയും മൃദംഗവും കൈമണിയുമൊക്കെയായി ആ ചെറുഗണപതികൾ ഇങ്ങനെ നിരന്നിരിക്കുന്നത് കാണേണ്ട കാഴ്ച തന്നെ. ഈ ഫ്ളാറ്റിലെ ഒരു ഭിത്തിയിൽ മുഴുവൻ ഗണപതി രൂപങ്ങളാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും ഗണപതി തന്നെ. ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഗണപതികളെ പറ്റി ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾക്ക് നമ്മളെ ഒരു മൂഡ് ഓഫ് വരുന്ന സമയം, അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷൻ വരുന്ന സമയം, നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഈ ഗണപതികളെ ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ രൂപങ്ങളും ഭാവങ്ങളും അത് നമ്മൾക്ക് മനസ്സിന് വളരെയധികം റിലീഫ് തരും. ശ്രീകുമാറിന്റെയും രശ്മിയുടെയും ഈ ശേഖരത്തെക്കുറിച്ചറിഞ്ഞ് സുഹൃത്തുക്കളും അവരുടെ യാത്രകളിൽ നിന്നും കണ്ടെത്തുന്ന ഗണപതി രൂപങ്ങളെ സമ്മാനമായി നൽകാറുണ്ട്. വിലപിടിപ്പുള്ള കല്ലുകൾ കൊണ്ട് അലങ്കരിച്ച എടുത്താൽ പൊങ്ങാത്ത ഭാരമുള്ള ഗണപതി വിഗ്രഹങ്ങളുമുണ്ട് ഈ ശേഖരത്തിൽ. അവയിൽ പലതിനും ലക്ഷങ്ങളുടെ വിലയുമുണ്ട്. പണത്തിന്റെ മൂല്യം എന്നതിനേക്കാൾ ഇവയിൽ പലതും മറ്റൊരിടത്തും കാണാൻ സാധ്യതയില്ല എന്നതാണ് ഈ ശേഖരത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നത്. 108 എന്ന എണ്ണമെത്തുമ്പോൾ ഗണപതി ശേഖരം തൽക്കാലം നിർത്തണമെന്നാണ് ഇപ്പോൾ ശ്രീകുമാറും രശ്മിയും ആലോചിക്കുന്നത്. വ്യത്യസ്തങ്ങളായ ഗണപതി രൂപങ്ങളായിരിക്കണം ഓരോന്നും എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ബുദ്ധിമുട്ട്. എങ്കിലും അത് സാധ്യമാകും എന്ന പ്രതീക്ഷയിലാണ് ഇവർ. വിഘ്നേശ്വരന്റെ വീടെന്ന് തന്നെ ദുബായിൽ താമസിക്കുന്ന തൃശൂർ സ്വദേശിയായ ശ്രീകുമാറിന്റെയും രശ്മിയുടെയും ഈ വീടിനെ വിശേഷിപ്പിക്കാം. പുതിയൊരു ഗണപതി വിഗ്രഹം തേടിയുള്ള യാത്രയുടെ ഒരുക്കത്തിലാണ് അവർ. ദുബായിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്.